പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലയിലാണ്. ഇത് വയനാട് ജില്ലയിൽ വടുവഞ്ചാൽ ഭാഗത്ത്, വടുവഞ്ചാലിൽ നിന്ന് നമ്മൾ ചേരമ്പാടി, ഗൂഡല്ലൂർ, ഊട്ടി വഴി പോകുമല്ലോ, ആ റോഡ്, അതായത് വടുവഞ്ചാലിൽ നിന്നും ഊട്ടി റോഡിലേക്ക് ഒരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കാണുന്നൊരു വീടാണിത്. ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഉള്ളിലേക്ക് ഒരു 800 മെയിൻ റോഡിൽ നിന്ന്, ഒരു വടുവഞ്ചാൽ ഊട്ടി റോഡിൽ നിന്ന് ഒരു 800 മീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത്. അതും ടാർ റോഡ് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന വീട്, ഇപ്പം നമ്മളത് ആ വീഡിയോയിൽ ആ വീട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല മിറ്റമൊക്കെ ഉണ്ട്, നല്ല ഗേറ്റും അതിലൊക്കെ വെച്ചിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ മുറ്റമൊക്കെ. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കാടൊക്കെ കയറി കിടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട്. ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഓക്കെ. സ്ഥലം 9.5 സെൻറ്റ് സ്ഥലമാണുള്ളത്. 9.5 സെൻറ്റ് സ്ഥലമാണുള്ളത്. 1200 സ്ക്വയർ ഫീറ്റ് വീടാണുള്ളത്. 1200 സ്ക്വയർ ഫീറ്റ്, 9.5 സെൻറ്റ് സ്ഥലം. ഓക്കെ. നമുക്കപ്പം ഇതാ മതിലൊക്കെ കെട്ടിയിട്ട് ഫുള്ളായിട്ട് മതിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ട് വശമൊക്കെ നമ്മൾ കണ്ടല്ലോ, ഫ്രണ്ട് വശമൊക്കെ മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു 4-5 വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് മുറ്റമൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. നമ്മൾ മുൻവശം, വീടിൻ്റെ മുൻവശമൊക്കെ ക്ലിയറായി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. മുകളിൽ നമ്മൾ കണ്ടല്ലോ റൂഫിങ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കൊണ്ടാണ്, ലോക്കൽ ടിൻ ഷീറ്റ് അല്ല, നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കൊണ്ടാണ് മുകളിൽ റൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ വീണ്ടും ഈ സൈഡ് വശത്തൊക്കെ ഒന്ന് പോയി നോക്കാം. നമുക്ക് ജനലും വെൻറ്റിലേഷൻ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു തെങ്ങിൻ തൈ അവിടെ കാണുന്നുണ്ട്, കർമൂസ ഉണ്ട്, അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ സൈഡിലുണ്ട്, പിന്നെ കുറച്ച് സപ്പോട്ട അങ്ങനത്തെ സാധനങ്ങൾ, ചാമ്പയ്ക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൈഡിലുണ്ട്. അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ ഫ്രൂട്ട്സൊക്കെ, ഒരു വീട്ടിൽ വേണ്ട സ്വാഭാവികമായിട്ട് വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ ഉണ്ട്. ഇതാ നമ്മൾ കണ്ടില്ലേ, അവിടെ ചിമ്മിനി കാണുന്നുണ്ട്, മുകളിലത്തെ റൂഫിങ് കാണുന്നുണ്ട്. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത സെറ്റപ്പ്, നിരന്ന സ്ഥലമാണ്. സ്ഥലം നല്ല വൃത്തിയുള്ള നിരന്ന സ്ഥലമാണ്. ഒന്നും കൂടെ പറയുകയാണെ, 9.5 സെൻറ്റ് സ്ഥലമാണുള്ളത്. 1200 സ്ക്വയർ ഫീറ്റ് വീടാണ്. 3 ബെഡ്റൂം ഉണ്ട്. വെള്ളം, വഴി, കറണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നേരെ ടാർ റോഡിൽ നിന്നാണ് നമ്മളിതിലേക്ക് കയറുന്നത്. അപ്പം നമുക്ക് ഈ പുറത്തത്തെ കാഴ്ചകൾ വിശദമായി കണ്ടുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം. നമ്മൾ ആ സൈഡത്തെ കാഴ്ചയൊക്കെ നോക്കാം. മതിൽ, ഈ 2 സൈഡും മതിലൊക്കെ കെട്ടി ഓക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുണിയൊക്കെ ആറിയിടണമെങ്കിലോ അങ്ങനെയൊക്കെ സേഫ്റ്റിക്ക് ഇനി മുകളിലേക്ക് ചെറിയ രീതിയിൽ പൊക്കണമെങ്കിലൊക്കെ അതിനുള്ള സൗകര്യങ്ങളും തറയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നല്ല ഗേറ്റും കാര്യങ്ങളും മതിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുറ്റ ഇൻ്റർലോക്ക് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഐഡിയ പോലെ നമുക്കങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയ പോലെ ചെയ്യാം. ഓക്കെ. അപ്പം നമ്മൾ ആ കാഴ്ചകളൊന്നും കൂടെ കറക്റ്റായിട്ട് നമുക്ക് കണ്ടുവരാം. മുകളിൽ കണ്ടു, താഴെ വീടിൻ്റെ മുൻവശമൊക്കെ വ്യക്തമായിട്ട് കണ്ടു. നമ്മളിനി മൊത്തം ഈ വീടിൻ്റെ ഉൾവശത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണണം. അപ്പം നമുക്ക് അതിലേക്ക് നീങ്ങാമല്ലേ. നമ്മൾ ആ മുന്നത്തെ നല്ല ഭംഗിയുള്ള ഫ്രണ്ട് ഇതൊക്കെ കണ്ട് നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളിലേക്കൊന്ന് മെല്ലെ പോവാം. ഇതാണിപ്പോൾ വീടിൻ്റെ ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു 3 ചെയറൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് കയറി ചെല്ലുന്ന റൂം ഇതാണ്. നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടൊരു പെട്ടെന്നൊരു പാർട്ടിയൊക്കെ വന്നാൽ മുന്നിൽ നിന്ന് സംസാരിക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല സ്പേസ്. ഇതിൻ്റെ ഇടതുവശത്താണ് ചെറിയ ഫസ്റ്റ് ബെഡ്റൂം ഉള്ളത്. ഇടതുവശത്തായിട്ട് ഫസ്റ്റ് ബെഡ്റൂം, ഒരു കട്ടിലിട്ടിട്ടുണ്ട്, ഒരു മേശ ഇട്ടിട്ടുണ്ട്, ഒരു അലമാരയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കർട്ടനൊക്കെ വെച്ച് 2 വശത്തും ജനലൊക്കെ കൊടുത്ത് ഒരു വെൻറ്റിലേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു ബെഡ്റൂമാണിത്. അപ്പം ഒരു ഡബിൾ കോട്ട് ബെഡ് പോലത്തെ ഒരു ബെഡൊക്കെ ഇട്ടിട്ട് ഒരു കുഴപ്പമില്ലാത്ത ഒരു ആവറേജ്, അവിടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ബെഡ്റൂം. അലമാരയുണ്ട്, കട്ടിലിട്ടിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് അത്രയും സൗകര്യങ്ങൾ. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടുത്തെ ആ റൂമിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഹാളിലേക്ക് കയറി. ഹാൾ വിത്ത് ഡൈനിങ് ആണ്. മുകളിലൊക്കെ സീലിങ്ങൊക്കെ നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കർട്ടനൊക്കെ ചെയ്ത് ഡൈനിങ് റൂം കഴിഞ്ഞു. ഇനി ഇതാ ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട്. ഈ ബെഡ്റൂം നല്ല കുറച്ച് വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. വലിപ്പമുള്ള ബെഡ്റൂം നമ്മൾ അലമാര ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ബർത്തുണ്ട്, ഈ സൈഡിൽ ബർത്തുണ്ട്, 2 വശത്തും ജനലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്പേസ് ഒക്കെ ഉണ്ട്. മുകളിലെ ബർത്തും കാര്യം അവിടെയൊക്കെ വെക്കാം. നമുക്ക് നല്ല വലിയ കട്ടിലൊക്കെ ഇട്ടാലും ആവശ്യത്തിനുള്ള സ്പേസുള്ള 2ാമത്തെ ബെഡ്റൂം. അപ്പോൾ 2ാമത്തെ ബെഡ്റൂം നമ്മളിപ്പോൾ കണ്ടല്ലോ, നല്ല സ്പേസ് ഉണ്ട്. മുകളിൽ നമ്മൾ പറഞ്ഞ പോലെ സീലിംഗ് വർക്കൊക്കെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബർത്തുണ്ട്, കാര്യങ്ങളുണ്ട്. അലമാര ഉള്ളിലേക്ക് വെച്ച് സ്പേസൊക്കെ ആവശ്യമുള്ള സ്പേസൊക്കെ ഉപയോഗിച്ചിട്ട് 2 ബെഡ്റൂമും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബെഡ്റൂമും കൂടെ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് മുന്നേ ഈ ഹാളൊന്നും കൂടെ ഒന്ന് നമുക്ക് കാണാം. ഹാളൊക്കെ ഒന്ന് വൃത്തിയുള്ള ഹാള്, നല്ലൊരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ട് നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു പൂജാമുറിയും കൂടി ഉണ്ട്. അത് നമുക്ക് പൂജാമുറിയായിട്ടും പ്രാർത്ഥനാ ഹാളായിട്ടും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇത് 3ാമത്തെ ബെഡ്റൂം. 3ാമത്തെ ബെഡ്റൂമും ഈ പറഞ്ഞ പോലെ ബർത്തും കാര്യങ്ങളും അലമാരയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല എല്ലാം കൊണ്ടും 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ആവശ്യത്തിന് സ്പേസുള്ള 3 ബെഡ്റൂമുകൾ. ഓക്കെ.
അപ്പോൾ നമുക്ക് ഡൈനിങ് റൂമൊക്കെ കണ്ടു. നമുക്കിനി അടുക്കളേൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. അടുക്കള നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അടുക്കളയിലും സ്പേസിനൊന്നും ഒരു കുറവില്ല. ഇവിടെ ഒരു കോമൺ ബാത്റൂം നമുക്ക് കാണാം. ഇപ്പോൾ വലതുവശത്ത് കാണുന്ന ഈ ഒരു ക്രീം കളറുള്ളത് കോമൺ ബാത്റൂം. ഇനി നമുക്ക് അവിടെ ഒരു സൗകര്യം ഒരു വാഷ് ചെയ്യാനുള്ള ഏരിയ അവിടെ ഉണ്ട്. ഇനി അടുക്കളയാണത്. അടുക്കളയിൽ ഗ്യാസ് അടുപ്പ് വെക്കാനുള്ള ഏരിയ ഉണ്ട്, പിന്നെ വിറക് കത്തിക്കാനുള്ള ഏരിയ അങ്ങനെയുണ്ട്. ഇവിടെ ഒരു തട്ടും ക്യാബിനൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഗോഡൗണും കൂടി ഉണ്ട്. ഗോഡൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂം. അപ്പോൾ അത്രയും സൗകര്യങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ പുറത്തൊരു പ്രത്യേകം വർക്ക് ഏരിയ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് നിങ്ങളിത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ 2 ചാനലുണ്ട്. ദേവരാജ് അമ്പലവിൽ എന്ന ചാനലുണ്ട്, ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട്. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീടിന് ആവശ്യപ്പെടുന്ന വില 35 ലക്ഷം രൂപയാണ്. 9.5 സെൻറ്റും 1200 സ്ക്വയർ ഫീറ്റും ഉള്ള ഈ വീടിന് ആവശ്യപ്പെടുന്നത് 35 ലക്ഷം രൂപ. അപ്പോൾ ഓക്കെ, വിശദ വിവരങ്ങൾക്ക് വിളിക്കുക, വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.